കാസർഗോഡ് നീലേശ്വരത്ത് CPM ഭീഷണിക്കും ഊരുവിലക്കിനുമെതിരെ പരാതിയുമായി കുടുംബം. കാഞ്ഞങ്ങാട് ഡിവൈഎസ്പിക്ക് പാലായി സ്വദേശി രാധയും മക്കളുമാണ് പരാതി നൽകിയത്. CPM അതിക്രമത്തിന്റെ വാർത്ത ജനം ടിവിയാണ് ആദ്യം പുറത്തുവിട്ടത്. കൂടുതൽ വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, CPM അതിക്രമത്തിൽ എന്തായാലും രാധയും മക്കളും ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിട്ടുണ്ട്. CPM നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ ഇതുവരെ? തീർച്ചയായും രോഹിണി, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു സംഭവം നീലേശ്വരത്തെ പാലായിൽ എന്ന് പറഞ്ഞാൽ CPM ആധിപത്യമുള്ള ഒരു പ്രദേശമാണ്. ഈ പ്രദേശം CPMന്റെ കുടക്കീഴിൽ നിൽക്കുന്ന ഒരു പാർട്ടി ഗ്രാമം എന്ന് തന്നെ നമുക്ക് വ്യക്തമായി പറയാം. ഈ പ്രദേശത്താണ് ഒരു കുടുംബത്തെ ഊരുവിലക്കിയ ഒരു സംഭവം മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെയും പുറത്തു വന്നത്. ഈ വാർത്ത ആദ്യമായി പുറത്തു കൊണ്ടുവരുന്നത് ജനം ടിവിയാണ്. ജനം ടിവിയിലൂടെയാണ് രാധയും മക്കളും തങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്ന കാര്യം ആദ്യമായി വെളിപ്പെടുത്തുന്നത്. 2016 മുതൽ അവർ അനുഭവിച്ച ദുരിതമായിരുന്നു ഇത്. റെഗുലർ കം ബ്രിഡ്ജിന്റെ പേരിൽ സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ഉപദ്രവമാണ് മിനിയാന്ന് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെയും ഒരു വീഡിയോ വൈറലായിരുന്നു. അവരുടെ തെങ്ങിൻ തോട്ടത്തിൽ തേങ്ങ ഇടിയിക്കാൻ കൊണ്ടുവന്ന തൊഴിലാളികളെ മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്യുന്ന ഒരു വീഡിയോയാണ് ഉണ്ടായിരുന്നത്. CPM പ്രാദേശിക നേതാക്കളുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഇത്തരത്തിൽ തെറിയഭിഷേകം നടത്തിയത്. ഇതിനെതിരെയാണ് രാധയും മക്കളും ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. തുടർന്ന് രാധ നീലേശ്വരം പോലീസ് സ്റ്റേഷനിലാണ് ആദ്യം പരാതി നൽകിയത്. എന്നാൽ വേണ്ട നടപടികൾ എടുക്കാത്തതിനെ തുടർന്നാണ് പിന്നീട് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പിനെ കാണുകയും പരാതി നൽകുകയും ചെയ്തിട്ടുള്ളത്. 2016 മുതൽ ഈ കുടുംബത്തെ ഒറ്റപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അയൽവക്കക്കാരോട് പോലും മിണ്ടുവാനോ പൊതുപരിപാടികളിലോ മറ്റ് പരിപാടികളിലോ പങ്കെടുക്കുന്നതിൽ നിന്നും ഇവരെ വിലക്കിയിരുന്നെന്നും രാധയും മക്കളും പറയുന്നു. കയ്യൂർ സമരസേനാനിയുടെ കൊച്ചുമകൾ കൂടിയാണ് രാധ. അത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ മറ്റു നേതാക്കളുടെ ഇടയിലും ഈ സംഭവം വലിയൊരു വിവാദത്തിലേക്ക് പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. എന്നാൽ CPMന്റെ ഭാഗത്തു നിന്ന് ലഭ്യമായിരിക്കുന്ന വിശദീകരണം എന്ന് പറയുന്നത് അത്തരത്തിൽ ആരെയും ഊരു വിലക്കിയിട്ടില്ല. എന്നാൽ ഇത്തരത്തിൽ സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു സംഘർഷം നിലവിലുണ്ട്, അല്ലാതെ യാതൊരു തരത്തിലുള്ള ഊരുവിലക്കും ഉണ്ടായിട്ടില്ല എന്നതാണ് CPMന്റെ നേതൃത്വത്തിൽ നിന്നും ലഭ്യമായിട്ടുള്ള വിശദീകരണം. എന്നാൽ 2016 മുതൽ ഈ കുടുംബം അനുഭവിക്കുന്ന യാതനകൾ രാധയും മക്കളും നമ്മളോട് വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. അറ്റകുറ്റപ്പണിക്ക് പോലും ഒരാളെയും വീട്ടിലേക്ക് പ്രവേശിപ്പിച്ചിരുന്നില്ല. മറ്റു പരിപാടികളിലോ പൊതുപരിപാടികളിലോ പങ്കെടുക്കാൻ CPM നേതൃത്വം അനുവദിച്ചിരുന്നില്ല. അത്തരത്തിൽ CPMന്റെ ഒരു ദാർഷ്ട്യമായിരുന്നു ആ വീഡിയോയിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട്. ഇത് പിണറായിയാണ് ഈ നാട് ഭരിക്കുന്നത്. പിണറായി ഭരിക്കുന്ന നാട്ടിൽ ഞങ്ങൾക്കൊന്നും നോക്കുവാനില്ല എന്നൊരു ദാർഷ്ട്യമാണ് CPM നേതാക്കൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ഒരു സ്ത്രീകൾ എന്ന പരിഗണന പോലും നൽകാതെ, രാധയ്ക്ക് ഏകദേശം 70 വയസ്സുണ്ട്, സ്ത്രീകൾ എന്ന ഒരു പരിഗണന പോലും നൽകാതെ അശ്ലീല ചൊവ്വയോടുകൂടിയുള്ള അസഭ്യവർഷം മുഴക്കുന്ന ഒരു രീതിയാണ് ഈ CPM നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. 7 പേർക്കെതിരെയാണ് ഇപ്പോൾ കേസ് നൽകിയിരിക്കുന്നത്. രോഹിണി, ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.